ഹലോ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ പവേഴ്സ് ഓഫ് ഡെസിമൽ എന്നൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് ഓഫ് ഡെസിമൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊക്കെ ആൻസർ ചെയ്യാം. അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്ന്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. 1.2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ നേരത്തെ ഇതിലെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ. 1.2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഈ ഒരു നമ്പറിനെ നമ്മൾ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1.2 ഇൻറ്റു 1.2 അല്ലേ. ഇനി നമുക്ക് ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ പോയിൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക? ഈ പോയിന്റ് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മറക്കുക. എന്നിട്ട് ഈ നമ്പേഴ്സിനെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. ഈ 1.2 എന്ന് പറയുന്നത് 12 ആണ്, ഇൻറ്റു 12 അല്ലേ. അപ്പോൾ 12 ഇൻറ്റു 12 എത്രയാണ്? 144 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതങ്ങനെ വിട്ടാൽ മതിയോ? ഇല്ല. നമുക്കിനി ഈ ഡെസിമൽ പോയിൻറ്റ്സ് ഈ ആൻസറിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഡെസിമൽ പോയിൻറ്റ്സ് നമ്മൾ ഒരു നമ്പറിലേക്ക് ആഡ് ചെയ്യുക? ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 1.2 ഇൻറ്റു 1.2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഈ 1.2ൽ എത്രാമത്തെ പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരുന്നത്? ഈ ഒരു പ്ലേസ് ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്ലേസിലാണ് പോയിൻ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരുന്നത്. അതേപോലെ തന്നെ ഈ 1.2ലും ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ടോട്ടൽ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരുന്നത്? 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിലും അതേപോലെ 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അതായത് ഈ ഒരു പ്ലേസും കഴിഞ്ഞ് ഈ ഒരു പ്ലേസും കഴിഞ്ഞ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇതാണ് പവേഴ്സ് ഓഫ് ഡെസിമൽ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 0.2 ഹോൾ റൈസ് ടു 4. അപ്പം 0.2 ഹോൾ റൈസ് ടു 4 നമ്മളെങ്ങനെ എഴുതും? നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. നോക്കാം. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2. ഓക്കെ, 4 വട്ടം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 ഒക്കെ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ രണ്ടെല്ലാം കൂടെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. എങ്ങനെ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, അപ്പം ഇത് എത്രയാണ്? 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4, 4 ഇൻറ്റു 2 പറഞ്ഞാൽ 8, 8 ഇൻറ്റു 2 പറഞ്ഞാൽ 16 അല്ലേ. നമുക്കിവിടെ 16 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോയിൻ്റ് ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് ഈ സീറോസൊക്കെ ഈ 16ൻ്റെ പുറകിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പോയിൻറ്റുകൾ ഏതൊക്കെ പ്ലേസിലാണുള്ളത് നോക്കാം. അപ്പം ഇവിടെ വന്നിട്ട് ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണല്ലേ പോയിൻ്റ്. ഇവിടെയും അതുപോലെ തന്നെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ്. ഇവിടെയും അതേ സെയിമാണ്, ഇവിടെയും സെയിമാണ്. അപ്പോൾ ടോട്ടൽ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരുന്നത്? 1 2 3 4 അല്ലേ. 4 പ്ലേസ് കഴിഞ്ഞിട്ട്, കാരണം ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 16ൻ്റെ പുറകിൽ നമുക്ക് സീറോസ് ആഡ് ചെയ്യണം. ഇപ്പോൾ 16 ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് 4 പ്ലേസ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ 4 0 ആഡ് ചെയ്യണോ? വേണ്ട. നമുക്ക് എത്ര ആഡ് ചെയ്താൽ മതി? 2 0 ആഡ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ്? ഇവിടെ 16 ഉണ്ട്. അപ്പോൾ 16 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4 പ്ലേസ് ആയില്ലേ. അപ്പോൾ നമുക്ക് 2 0 ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം അല്ലേ. 4ാമത്തെ പ്ലേസിൽ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 0.3 ഹോൾ ക്യൂബ്. ഇനി ഇതെങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ചെയ്യാം അല്ലേ. 0.3 ഇൻറ്റു 0.3 ഇൻറ്റു 0.3. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ 3 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ എഴുതി തരാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്രയാണ്? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 26.
7. ഇനി ഇതിൽ ഡെസിമൽ പോയിൻറ്റ്സ് ഏത് പ്ലേസ് എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് നോക്കാം. ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് അല്ലേ. അങ്ങനെ എത്ര ഉണ്ട്, 3 നമ്പേഴ്സിലും ഓരോ പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിൻ്റ് വരുന്നത്. അപ്പോൾ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിൻ്റ് വരേണ്ടത്? 3 പ്ലേസ് കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര 0 ഇതിൽ ചേർക്കണം? ഇതിന് ഇനി ഒരു 0 ചേർത്താൽ മതി, കാരണം 27 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി അതിനോടൊപ്പം 0 കൂടെ ചേർത്താൽ 3 പ്ലേസ് ആയില്ലേ. 3 പ്ലേസ് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പോയിന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0 ആഡ് ചെയ്യാം. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം, ഇവിടെ ഒരു 0 കൂടെ, കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0, ദാറ്റ്സ് ഓൾ. അല്ലാതെ അതിനും പ്രത്യേകമായിട്ടുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. ഇതാണ് ആൻസർ. 1.1 ഹോൾ ക്യൂബ്. ഇത് എളുപ്പമായിരിക്കും അല്ലേ. എങ്ങനെ ചെയ്യാം? 1.1 ഇൻറ്റു 1.1 ഇൻറ്റു 1.1 ഇട്ട് കൊടുത്തു. അപ്പം എന്തായാലും 1 ആണ് എന്ന് വിചാരിക്കേണ്ട. ഈ പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 11 എന്ന് എഴുതാം അല്ലേ. ഇൻറ്റു, അപ്പോൾ നമുക്ക് 11നെയാണ് 3 ടൈംസ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 11 ഇൻറ്റു 11 11 എന്ന് പറഞ്ഞാൽ 1331 എന്ന ആൻസർ കിട്ടും. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്? ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് അല്ലേ. ഒരു 1 എന്ന ഈ നമ്പർ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പോയിന്റ് വരുന്നത്. അങ്ങനെ 3 എണ്ണം. സോ അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്രാമത്തെ പ്ലേസിലായിരിക്കും പോയിന്റ് വരേണ്ടത്? 3ാമത്തെ പ്ലേസിൽ, അതായത് 1 2 3. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് വരേണ്ടത്. അതാണ് ആൻസർ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ 0.02 ഹോൾ റൈസ് ടു 5. ഇത് നോക്കാം അല്ലേ. എങ്ങനെ? 0.02 ഇൻറ്റു 0.02 ഇൻറ്റു 0.02 ഇൻറ്റു 0.02 ഇൻറ്റു 0.02. ഓക്കെ, 5 പ്രാവശ്യം എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2 ഒക്കെ നമുക്ക് ഇൻറ്റു ചെയ്യാം അല്ലേ. 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32. സോ നമുക്ക് എന്ത് ചെയ്യാം? 32 എന്ന് എഴുതാം. ഞാൻ ഇവിടെ ഇത്രയും സ്പേസ് കിട്ടുന്നത് നമുക്ക് 0s ആഡ് ചെയ്യണ്ടേ, അതിനാട്ടോ. അപ്പോൾ 32 കിട്ടി. ഇനി നമുക്ക് നോക്കാം, ഇത് എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്? 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഇവിടെയോ? ഇവിടെയും അതന്നെ, 2 പ്ലേസ് കഴിഞ്ഞിട്ട്. ഇവിടെയും 2 പ്ലേസ്, ഇവിടെയും 2 പ്ലേസ്, ഇവിടെയും 2 പ്ലേസ്. ടോട്ടൽ എത്രയായി? ഇത് 2 + 2 4, 6 8 10. 10 പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ആൻസറിൽ പോയിന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര 0 വേണം ഈ 32ൻ്റെ മുന്നിൽ ആഡ് ചെയ്യാൻ? 8 0, കാരണം 32 ഉണ്ട് അവിടെ. അപ്പോൾ 2 എണ്ണമായി. 8 + 2 10 ആയല്ലോ. അപ്പോൾ നമുക്ക് എത്ര വേണം? 8 0 ആഡ് ചെയ്യണം. 1 2 3 4 5 6 7 8. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. ദെൻ 0. അതാണ് ആൻസർ. 0.1 ഹോൾ റൈസ് ടു 6. എങ്ങനെ എഴുതാം? 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 0.1 ഇൻറ്റു 0.1 ഇൻറ്റു 0.1 അല്ലേ. ഇതിലിനിപ്പോൾ സെപ്പറേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1 ആണ് ആൻസർ. 1 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 1 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ള? ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് അല്ലേ. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ 6 പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മളെ ആൻസറിൻ്റെയിൽ പോയിന്റ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര 0s 1ന് മുൻപിൽ പോകണം? 5 0 അല്ലേ. 1 കൂട്ടി കഴിഞ്ഞാൽ 6. സോ 5 0 വേണം. 1 2 3 4 5. ഇവിടെയാണ് പോയിന്റ് വരിക. 0. ഇതാണ് ആൻസർ. നമ്മളുടെ ക്യാൻ യു കമ്പ്യൂട്ട് ദീസ് പവേഴ്സ് എന്ന് കൊടുത്തിട്ട് 16 ഹോൾ ക്യൂബിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 4096. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് തന്നെ ഇനി പവർ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നത് 16 ഹോൾ ക്യൂബ്. ഓക്കെ, 1.6 ഹോൾ ക്യൂബ് ഇതിനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. 4.096. സോറി,
ഈ പോയിന്റ് ഞാൻ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ആദ്യം ഇങ്ങനെ എഴുതാം. നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എഴുതാം. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്? ഒരു പ്ലേസ് കഴിഞ്ഞിട്ട്. അങ്ങനെ 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആൻസറിൽ പോയിന്റ് വരിക അല്ലേ. അപ്പോൾ എങ്ങനെയാണ് 1 2 3 3 പ്ലേസ് കഴിഞ്ഞ് ഇവിടെ പോയിന്റ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 0.016 ഹോൾ ക്യൂബ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. നമുക്ക് ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് 0.016 ഇൻറ്റു 0.016 ഇൻറ്റു 0.016 എന്ന് എഴുതാം അല്ലേ. എന്നിട്ട് നമ്മുടെ ആൻസർ ഇവിടെ എഴുതാം 4096. നമ്മൾ 0 വരുന്നുണ്ട്, അപ്പോൾ മുന്നിൽ 0 ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നത്? ഇവിടെ 3 പ്ലേസ് കഴിഞ്ഞിട്ട് അല്ലേ. 1 2 3 കഴിഞ്ഞിട്ടാണ് ഒരു പോയിന്റ്. ഇവിടെയും അതുപോലെ 3 പ്ലേസ് കഴിഞ്ഞിട്ട്, ഇവിടെയും അതുപോലെ 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആൻസറിൽ പോയിന്റ് വരേണ്ടത്? മൊത്തം 3 6 7 9 അല്ലേ. 9 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ് വരാൻ. അപ്പോൾ നമുക്കിനി ഇവിടെ എത്ര സീറോസ് ചേർക്കണം? ഇവിടെ ഓൾറെഡി 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, 4 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എത്ര 0 ഇവിടെ ആഡ് ചെയ്യണം? 5 0 ആഡ് ചെയ്യണം. 1 2 3 4 5 കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ 0 അല്ല പോയിന്റ് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ആൻസർ.